കുത്തുങ്കൽ നെടുങ്കണ്ടം 110 kV വൈദ്യുതി ലൈൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ആക്ഷൻ കൗൺസിലിന്റെ പൊതുയോഗം നാളെ ബഥേലിൽ നടക്കും. കുത്തുങ്കൽ നെടുങ്കണ്ടം 110 kV വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണമെന്നും ആശങ്കകൾ പരിഹരിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ബുധനാഴ്ച ആക്ഷൻ കൗൺസിലിന്റെ പൊതുയോഗം ബഥേൽ സെന്റ് ജേക്കബ്സ് പള്ളി പാരിഷ് ഹാളിൽ നടക്കും. ഫെബ്രുവരി മാസം 28-ാം തീയതി ഇതിനൊരു അവസാന തീരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പോയതല്ലാതെ ഇതിനൊരു തീരുമാനം പോലും ഇതുവരെ ഉണ്ടാക്കാത്ത രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു KCB അധികൃതർ ഇതിന് ഈ സർക്കാരിൻ്റെ പോലും ഒരു നഷ്ടമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കർഷകരോട് ഇതുപോലെയുള്ള ഒരു അനീതിയും ചതിയും നടത്തുന്ന സാഹചര്യത്തിൽ ഒരു വൻ പ്രതിഷേധത്തിലേക്ക് ഈ ആക്ഷൻ കൗൺസിൽ കടന്നു പോകേണ്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ്. 2009 വിഭാവനം ചെയ്തതാണ് കുത്തുങ്കൽ നെടുങ്കണ്ടം 110 kV പദ്ധതി. 2012 ഇതുമായി ബന്ധപ്പെട്ട ബോർഡ് കർഷകരെ സമീപിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് ബോർഡ് പിൻവാങ്ങുകയായിരുന്നു. എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ ജീവനക്കാർ നിശബ്ദമായി സർവേ നടപടികൾ പൂർത്തീകരിക്കുകയും ഉടമസ്ഥർ അറിയാതെ അടയാളക്കല്ലുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഏറ്റെടുക്കുന്ന സ്ഥലത്തിന്റെ വിലയെപ്പറ്റിയോ കാർഷിക വിളകളുടെ നഷ്ടപരിഹാരത്തെപ്പറ്റിയോ കർഷകരോട് സംസാരിക്കുകയോ ബോധ്യപ്പെടുത്തുകയോ ചെയ്യാതെ സർവേ നടപടികൾ തുടരുകയും പണിക്കൻകുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷം ആക്ഷൻ കൗൺസിലിന് രൂപം നൽകിയത്. ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വൈദ്യുത വകുപ്പ് അധികൃതരുമായും മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായും ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കാർഷിക വിളകളുടെ ഇനം തിരിച്ച് 30 മുതൽ 50 വർഷത്തെ ആദായ നഷ്ടം കണക്കാക്കി നഷ്ടപരിഹാരം നൽകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ടവർ നിർമ്മാണത്തിനായി റോഡ് വെട്ടുന്നതിന് ഏറ്റെടുത്ത ഭൂമിക്കും നഷ്ടപരിഹാരം നൽകണം. പട്ടയം ഇല്ലാത്തവർക്കും പട്ടയം ഉള്ളവർക്ക് നൽകുന്ന അതേ നഷ്ടപരിഹാര തുക നൽകണം. വീടും മറ്റ് നിർമ്മിതികളും നഷ്ടപ്പെടുന്നവർക്ക് ഇവ പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലവും ധനസഹായവും നൽകണം. നഷ്ടപരിഹാര തുക കർഷകരുടെ അക്കൗണ്ടിൽ ലഭിച്ചതിന് ശേഷം മാത്രമേ നിർമ്മാണം അനുവദിക്കുകയുള്ളൂവെന്നും ഭാരവാഹികൾ പറഞ്ഞു. വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന മേഖലയിൽ 440 കുടുംബങ്ങളുണ്ട്. ഇവരുടെ യോഗമാണ് ബുധനാഴ്ച നടക്കുന്നത്. ഈ യോഗത്തിൽ വെച്ച് തുടർ നടപടികളും മറ്റും തീരുമാനിക്കുമെന്ന് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ഫാദർ ജോസഫ് നടുപ്പടവിൽ, കൺവീനർ ജോൺസൺ കിഴക്കേക്കര, സജി പേഴത്തുവയലിൽ, ജോജി ഇടപ്പള്ളിക്കുന്നേൽ, മാത്തുക്കുട്ടി ഇടയിടം, രാജേഷ് അമ്പഴം, തോമസ് കോട്ടുതുണ്ടിയിൽ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.